ഇവിടെ വന്ന് ഓൾവേസ് ട്രാവലിംഗ് പോലെ പ്രോപ്പർ പോയി കളിക്കണം. ക്ലിയർ ഇല്ലല്ലോ. റേഞ്ച് കുറവാ. ആ ആ ഓക്കെ ഓക്കെ. നാട്ടിനായോണ്ടിരിക്കല്ലേ. ഓക്കെ ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി വായിക്കാം. അൽഹംദുലില്ലാ والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب زدنا علما نافعا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് സെവൻത്ത് സെന്റിനായിരുന്നു. تأمل الأمثلة الآتية അതല്ല اجعل كل من الكلمات الآتية في جملة. ഇതിലുള്ള ഓരോ വേർഡും സെന്റൻസിലാക്കിയിട്ട് പറയാം. ഇതുവരെ വായിച്ചോ നിങ്ങള്? ക്ലാസ്സിൽ ചെയ്ത് നോക്കിയോ? ഹോംവർക്കായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിതാബാനി കിതാബൈനി. ഇല്ല, അത് അവിടെ വരെ എത്തിയില്ല. അപ്പഴും ടൈം കഴിഞ്ഞ് 6th സമ്മറിന് കഴിഞ്ഞ് അപ്പഴും കഴിഞ്ഞ് ആ എല്ലാരും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും 1 hour കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കി നോക്കിയോ? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയോ ഹോംവർക്കായിട്ട്? ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഇല്ല, ഞാൻ ഇതെന്നെ മനസ്സിലാവില്ല. ഖദീജ തീരെ തീരെ ക്ലിയർ ഇല്ല. ഇല്ല, റേഞ്ച് ഓക്കെ, എന്നാൽ ഓരോ വേർഡ്സ് ഒന്ന് സെന്റൻസിൽ പ്രയോഗിച്ച് നോക്കാം നമുക്ക് ഇൻഷാ അല്ലാ. കിതാബാനി വെച്ചിട്ട് ഒരു സെന്റൻസ് പറഞ്ഞു നോക്കിയാ. ഞാൻ എഴുതിയത് ഇന്ദി കിതാബാനി. മർഫു ആയിട്ട് വരണം അല്ലെ? അതാണ് മെയിൻ ആയിട്ട് അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. അതാണ് കിതാബാനി എന്ന് വരുമ്പോൾ മർഫു ആയിട്ടാണ് ഉള്ളത്. അപ്പൊ മർഫു ആയിട്ട് വരുന്ന സ്ഥാനത്ത് കിതാബാനി എന്നുള്ള വേർഡ് മർഫുവിന്റെ സ്ഥാനത്ത് വരുന്ന ഒരു സെന്റൻസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മൻസൂബാവണം, ഒന്നുകിൽ മജ്റൂറാണ് അല്ലെങ്കിൽ മൻസൂബാണ്. അപ്പൊ അതിന്റെ ഉദാഹരണം വരുന്ന ഒരു സെന്റൻസ് പറയാ. ഞാൻ പറയേ അത് നിങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞു എന്റെ ഓർമ്മല്ലേ. ഓക്കെ ഓക്കെ. ഞാൻ എഴുതിയത് ഖറഅതു കിതാബൈനി. ഖറഅതു കിതാബൈനി മഫ്ഊലുൻ ബിഹി ആണ്, മൻസൂബായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇഷ്തറൈതു കിതാബൈനി ഇതുപോലെയുള്ള മജ്റൂറായിട്ട് വരുന്നതാണെങ്കിൽ അങ്ങനെയും പറയാം. ത്വാലിബൈനി റഅയ്തു ത്വാലിബൈനി ഫിൽ ഫസ്ൽ. മാഷാ അല്ലാഹ്. റഅയ്തു ത്വാലിബൈനി ഫിൽ ഫസ്ൽ. ത്വാലിബാനി دخل في الفصل طالبان. تأمل الأمثلة الآتية لأحدهما والآخر. أحدهما والآخر ഈ രണ്ട് വാക്കുകൾ വരുന്ന ഉദാഹരണങ്ങൾ ചിന്തിക്കുക. ഓക്കെ,
അഹദുഹുമ വൽ ആഖർ. എന്താണ് അഹദുഹുമ എന്നുള്ള വാക്കിന്റെ അർത്ഥം? വൺ ഓഫ് ദം അല്ലേ? വൺ ഓഫ് ദം, അത് രണ്ടിൽ ഒന്ന്. അല്ലേ? പിന്നെ ആ വൽ ആഖർ ആഖറ് മറ്റൊന്ന്. മറ്റൊന്ന്. അഹദുഹുമ ഒന്ന് ഇതും മറ്റൊന്ന് മറ്റേതുമാണ് എന്ന് പറയുന്ന രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് അഹദുഹുമ വൽ ആഖർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് വരുന്ന സെന്റൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. ചിന്തിക്കാന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ല. ആ പ്രയോഗം പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള തമ്രീനാണ്. ലീ അഹവാനി. രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരില്ല. എനിക്ക് രണ്ട് വസ്തുക്കളുണ്ട്, അതിലൊന്ന് ഇങ്ങനെയും മറ്റൊന്ന് മറ്റേത് വേറെ എങ്ങനെയാണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് അഹദുഹുമാ വൽ ആഖർ യൂസ് ചെയ്യുന്നത്. ഇത് മുഅന്നസ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയേണ്ടി വരും? മുഅന്നസ് ആയിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഹദുഹുമ, അഹദ് എന്നുള്ളതും ആഖർ എന്നുള്ളതും എങ്ങനെ മാറ്റി പറയേണ്ടി വരും? സെയിം അല്ലേ? ഒന്നാം തന്നെയല്ലേ? അല്ല, ആഹറും ഉഫ്രായും അഹദുഹുമ ആ അഹദുഹുമ ഇഹ്ദാഹുമ. ഇഹ്ദാഹുമ. ഓക്കെ. ഇഹ്ദാഹുമ വൽ ഉഖ്റ. ഉണ്ട്, താഴെ ഒരു എന്തെങ്കിലുണ്ട്. ഇഹ്ദാഹുമ വൽ ഉഖ്റ എന്നുള്ളതാണ് മുഅന്നസായ രൂപം. അഹദുഹുമ വൽ ആഖർ മുദക്കറായ രൂപം. ഇഹ്ദാഹുമ വൽ ഉഖ്റ മുഅന്നസായ രൂപം. ഓക്കെ. ലീ അഖവാനി അഹദുഹുമ തബീബുൻ വൽ ആഖറു മുഹന്ദിസുൻ. ലീ അഖവാൻ, എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട്. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. അതിലൊരാൾ അഹദുഹുമ തബീബ്, അതിലൊരാൾ തബീബാണ്, ഡോക്ടറാണ്. വൽ ആഖറു മുഹന്ദിസുൻ, മറ്റേയാൾ മുഹന്ദിസാണ്. ഇത് മൂന്ന് സെന്റൻസ് ആയിട്ടാണ് നമ്മൾ ഇറാബ് ചെയ്യുന്നത്. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലോ, 3 കാര്യങ്ങൾ അറിയിക്കുന്ന സെന്റൻസ് ആണ്. ലീ അഖവാൻ ഒരു സെന്റൻസ് ആണ്, അഹദുഹുമ തബീബുൻ വേറൊരു സെന്റൻസ്, വൽ ആഖറു മുഹന്ദിസുൻ. അങ്ങനെയാണ് ഇറാബ് ചെയ്യുക. അപ്പൊ അഹദുഹുമ തബീബ് എന്നുള്ള ഫോമിൽ എങ്ങനെയാണ് നമ്മൾ വരിക? അഹദുഹുമ എന്നുള്ള വാക്ക് ഇബാഫ പാറ്റേൺ ആണ്. അതാണ് മുബ്തദ, തബീബുൻ ഖബർ, വൽ ആഖറു മുബ്തദ, മുഹന്ദിസുൻ ഖബർ. ലീ അഖവാനിയിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അഖവാനി മുബ്തദ മുഅഖർ അല്ലെ, മർഫൂ ആണ്, മുസന്നയാണ്. ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ ബാക്കി വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് 2-3 അനലൈസ് ചെയ്തു. വലിയ പ്രശ്നമില്ലാത്ത പുതിയതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മുഴുവനായിട്ട് അനലൈസ് ചെയ്യുന്നില്ല. ശബ്നം ശബ്നം പോയി. ഫാത്തിമത്ത ശബ്നം ലീവ് ചെയ്തോന്നില്ലേ? ഇതൊന്നും പറയാത്താണോ? ഞാൻ തന്നെ സൗണ്ട് കേൾക്കാത്തതാണോ അല്ല പറയാത്തതാണോ എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര ഉണ്ട്. ബുദ്ധിമുട്ട്. ഓക്കെ, ഞാൻ വായിച്ചിട്ട് മീനിങ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. ലിഹാദിഹിൽ ഹാഫില ബാബാനി അഹദുഹുമാ ലിദ്ദുഖൂൽ വൽ ആഖറു ലിൽഖുറൂജ്. ഈ ബസ്സിന്, ലിഹാദിഹിൽ ഹാഫില, ഈ ബസ്സിനുണ്ട് ബാബാൻ, 2 ബാബാനി, 2 ബാബുകൾ, 2 വാതിലുകൾ. അഹദുഹുമാ ലിദ്ദുഖൂൽ, ഒന്ന് കയറാനുള്ളതാണ്, എൻട്രൻസിനുള്ളതാണ്. വൽ ആഖറു ലിൽഖുറൂജ്, മറ്റൊന്ന് എക്സിറ്റിനുള്ളതാണ്. ഈ ആഖർ എന്ന് പറയുന്നത്
ആഹറാണ്, മറ്റൊന്ന് എന്നുള്ള അർത്ഥത്തിലുള്ളതാണ്. ആഹിർ വേറെ അർത്ഥത്തിലുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്. ലാസ്റ്റ് വൺ എന്നുള്ള രൂപത്തിലല്ല, മറ്റൊന്ന് എന്നുള്ള അനദർ എന്നുള്ള അർത്ഥത്തിലാണ്. ഐന്ദി കലമാനി, എനിക്ക് രണ്ട് പെന്നുണ്ട്. അഹദുഹുമ അസ്റഖു, അതിലൊന്ന് ബ്ലൂ ആണ്. വൽ ആഖറു അഹ്മറു, മറ്റൊന്ന് റെഡ് ആണ്. ഓക്കെ, ഐന്ദി കലമാനി ഒരു സെന്റൻസ് ആണ്. അഹദുഹുമ അസ്റഖു വേറൊരു സെന്റൻസ് ആണ്. വൽ ആഖറു അഹ്മറു, അങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഐന്ദി മുഅജമാൻ, എനിക്ക് രണ്ട് ഡിക്ഷണറീസ് ഉണ്ട്. ഐന്ദി മുഅജമാനി, എനിക്ക് രണ്ട് ഡിക്ഷണറികളുണ്ട്. അഹദുഹുമ ഇംഗ്ലീസിയുൻ, അതിലൊന്ന് ഇംഗ്ലീഷാണ്. വൽ ആഖറു ഫിറൻസിയുൻ, രണ്ടാമത്തത് ഫ്രഞ്ചാണ്, ഫ്രഞ്ച് ഡിക്ഷണറിയാണ്. ലന ബെയ്താനി, ഞങ്ങൾക്ക് രണ്ട് വീടുണ്ട്. അഹദുഹുമ ഫിൽ മദീന, അതിലൊന്ന് ടൗണിലാണ്. വൽ ആഖറു ഫിൽ ഖറിയ, മറ്റൊന്ന് വില്ലേജിലാണ്, മറ്റൊന്ന് ഗ്രാമത്തിലാണ്. ഇഷ്തറൈതു ഖമീസൈൻ, ഞാൻ രണ്ട് ഡ്രസ്സുകൾ വാങ്ങി. അഹദുഹുമ ലീ, അതിലൊന്ന് എനിക്കുള്ളതാണ്. വൽ ആഖറു ലി അഖി സഗീർ, മറ്റൊന്ന് എൻ്റെ ചെറിയ ബ്രദറിനുള്ളതാണ്, എൻ്റെ ചെറിയ ബ്രദറിനുള്ളതാണ്. ഓക്കെ, ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലായത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലൊന്ന് മറ്റൊന്ന് ആ രൂപത്തിൽ അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് അഹദുഹുമ വൽ ആഖർ എന്നുള്ളത്. അഹദുഹുമ അത് രണ്ടെണ്ണത്തിൽ ഒന്ന്, വൽ ആഖർ മറ്റൊന്ന്, അനദർ എന്നുള്ള അർത്ഥത്തിൽ. ഇത് മുദക്കറായ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ഫോമിൽ ഉപയോഗിക്കുക, അഹദുഹുമ വൽ ആഖർ എന്നുള്ളത്. ഇനി മുഅന്നസായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇഹ്ദാഹുമ വൽ ഉഖ്റ, ഇഹ്ദാഹുമ വൽ ഉഖ്റ എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കും. അഹദുഹുമ വൽ ആഖർ, ഇഹ്ദാഹുമ വൽ ഉഖ്റ. രണ്ടാമത്തത് അടുത്ത തംരീനെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇഹ്ദാഹുമ വൽ ഉഖ്റ. تأمل الأمثلة الآتية لإحداهما والأخرى. لي أختان إحداهما مدرسة والأخرى ممرضة. എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. ഇഹ്ദാഹുമ അതിലൊരാൾ. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇഹ്ദ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആൾ എന്നുള്ള അർത്ഥമല്ല, ഫസ്റ്റ് വൺ എന്നുള്ള അർത്ഥമല്ല. മറ്റേത് ഉഖ്റ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ എന്നുള്ള അർത്ഥമല്ല. ഇതിപ്പോ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആണ്. പക്ഷെ ഇഹ്ദാഹുമ എന്നൊക്കെ വേറെ ഒരു സെന്റൻസിൽ വലിയൊരു സ്റ്റോറിയിൽ ഒരു ഇഹ്ദാഹുമ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ ഓർമ്മിക്കാൻ പറ്റണം. ഇഹ്ദാഹുമ വൽ ഉഖ്റ എന്ന് പറയുന്നത് അതിലൊന്ന് മറ്റൊന്ന് എന്നുള്ള മീനിങ്ങിലാണ്. ലീ ഉഖ്താനി ഇഹ്ദാഹുമ മുദർരിസത്തുൻ, അതിലൊരാൾ ടീച്ചറാണ്. വൽ ഉഖ്റ മുമരിദത്തുൻ, മറ്റൊരാൾ മുമരിദ നേഴ്സാണ്. ഇൻദി സയ്യാറത്താനി ഇഹ്ദാഹുമ ഹംറ വൽ ഉഖ്റ ബൈദ, എനിക്ക് രണ്ട് കാറുകളുണ്ട്. ഇഹ്ദാഹുമ ഹംറ, അതിലൊന്ന് റെഡ് ആണ്. വൽ ഉഖ്റ ബൈദ, മറ്റൊന്ന് വൈറ്റ് ആണ്. ഫീ ഖറിയതിന മദ്റസതാനി, ഞങ്ങളുടെ വില്ലേജിൽ രണ്ട് സ്കൂളുകളുണ്ട്. ഇഹ്ദാഹുമ മുതവസ്സിത, അതിലൊന്ന് മദ്റസ. സയ്യാറത്തുൻ, ഉഖ്തുൻ, ഇതൊക്കെ മുഅന്നസുകളാണ് അല്ലെ, അതുകൊണ്ടാണ് ഇഹ്ദാഹുമ വൽ ഉഖ്റ എന്നുള്ള ഫോംസ് യൂസ് ചെയ്യുന്നത്. ഇഹ്ദാഹുമ മുതവസ്സിതത്തുൻ, അതിലൊന്ന് മിഡിൽ സ്കൂളാണ്. വൽ ഉഖ്റ സാനവിയത്തുൻ, മറ്റൊന്ന് സാനവിയ ഹൈസ്കൂളാണ്. കതബ്തുൽ യൗമ റിസാലതൈനി, ഞാൻ രണ്ട് കത്തുകൾ ഇന്ന് എഴുതി. ഞാൻ ഇന്ന് രണ്ട് കത്തുകൾ എഴുതി. ഇഹ്ദാഹുമ ലി അബി, അതിലൊന്ന് എൻ്റെ വാപ്പാക്കുള്ളതാണ്. വൽ ഉഖ്റ ലി സദീഖി, മറ്റൊന്ന് എൻ്റെ ഫ്രണ്ടിനുള്ളതാണ്. ജാഅത് മുദർരിസതാനി ജദീദതാൻ, രണ്ട് പുതിയ ടീച്ചേഴ്സ് വന്നു. ഇഹ്ദാഹുമ ലിസ്സീറ, അതിലൊരാള് സീറക്കാണ്. സീറ സബ്ജക്റ്റ് ആണ് അല്ലെ, അറിയാലോ, ചരിത്രം. ഒരാള് സീറ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റാള് മറ്റാള് തഫ്സീർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടീച്ചേഴ്സ്. അൽ മുദക്കർ അഹദുൻ അൽ മുഅന്നസ് ഇഹ്ദ. അതേപോലെ ആഖർ എന്നുള്ളതിൻ്റെത് മുദക്കർ ആഖർ, മുഅന്നസ് ആഖർ,
ഉഖ്റ. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ്. അതാണ് ബറക്കല്ലാഹു ഫീക്കും. ഇനി തഅമ്മൽ അൽ അംസിലത്തുൽ ആസിയ, താഴെയുള്ള അംസിലകൾ, ഉദാഹരണങ്ങൾ ചിന്തിക്കുക. എങ്ങനെയാണ് മുസന്നെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പൊ മുസന്ന മജ്റൂറായിട്ട് വരുന്ന രൂപങ്ങൾ പറയുന്ന ഒരു ഉദാഹരണങ്ങൾ പറയുന്ന ഹാദൽ ഖലമു ദുല്ലൗനൈനി മുഫീദുൻ ജിദ്ദൻ. ദുല്ലൗനൈൻ നമുക്കറിയാം ഇദാഫ കോമ്പിനേഷൻ ആണ്. അപ്പൊ സൂ മുദാഫും അല്ലൗനൈനി എന്നുള്ള വാക്ക് മുദാഫുൻ ഇലൈഹിയാണ്, മുദ്ഫ ഇലൈഹി മജ്റൂറാണ്. അപ്പൊ അവിടെ മുസന്ന മജ്റൂറായിട്ട് ഇപ്പൊ ക്ലിയർ കുറവാ? അല്ലല്ല, ക്ലിയർ ആണ്. ആണ്. പത്താമത്തെ തമ്രീനാണ്. ഹാദൽ ഖലമു ദുല്ലൗനൈനി മുഫീദുൻ ജിദ്ദൻ. ഈ ഡബിൾ കളറുള്ള പേന, ഹാദൽ ഖലം, ഈ പെൻ, ദുല്ലൗനൈൻ ഡബിൾ കളേർഡായ, മുഫീദുൻ ജിദ്ദൻ നല്ല ഉപകാരമുള്ളതാണ്, യൂസ്ഫുൾ ആണ് അല്ലെ. ഹാദൽ ഖലമു ദുല്ലൗനൈനി മുഫീദുൻ ജിദ്ദൻ. എങ്ങനെയാണ് ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ വരുന്നത്? അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഹാദ പറഞ്ഞു നോക്കിയേ. ഹാദ എന്താണ്? മുബ്തദ. അൽ ഖലമു ബദൽ. ദുല്ലൗനൈനി ദുല്ലൗനൈനി ഉള്ളത് സിഫയാണ്. സിഫ വഹുവ മുദാഫ്. അല്ലൗനൈനി മുദാഫുൻ ഇലൈഹി. മുഫീദുൻ ഖബർ. ബറക്കല്ലാഹു ഫീക്കും. ജിദ്ദൻ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോഴേ സൂ എന്തോന്ന് ടീച്ചറെ, വെറും മുലാഫാണ്? സൂ മുദാഫാണ്. ഞാൻ ഖബർ എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് എല്ലാ മീനിങ് എന്താ വരിക? ഹാദൽ ഖലമു ദുല്ലൗനൈനി എന്ന് പറയുമ്പോൾ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. രണ്ട് കളർ ഉള്ളതായ ഈ പെൻ എന്നുള്ള മീനിങ് മാത്രമല്ലേ വരുന്നുള്ളൂ. അതിന്റെ ഖബർ എന്താ പറയുന്നത്? മുഫീദുൻ. അത് നല്ല ഉപകാരമുള്ളതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് അയ്യ ഖമീസിൻ ഗസൽതി യാ ഉമ്മി. അയ്യ ഖമീസിൻ ഗസൽതി യാ ഉമ്മി. ഏത് ഡ്രസ്സാണ് ഉമ്മ നിങ്ങൾ അലക്കിയത്? ഗസൽതുൽ ഖമീസ ദൽ ജൈബൈൻ. രണ്ട് പോക്കറ്റ് ഉള്ളതായ ഡ്രസ്സാണ് ഞാൻ അലക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതൊന്ന് അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ആൻസർ ചെയ്താൽ മതി. ആൻസർ ചെയ്തോ? അനലൈസ് ചെയ്തോ? അയ്യോ, സ്മെൽ സുഖാമല്ലേ? അയ്യോ ഇസ്തിഫാമാണ്, കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണ്ട, അത് കഴിഞ്ഞിട്ട് ആൻസർ പറയണ്ടല്ലോ. ഏകദേശം അതേ സംഭവം തന്നെയാണ് ഇതിനും വരിക. ഗസൽതുൽ ഖമീസ ദൽ ജൈബൈൻ. ആ സെന്റൻസ് അനലൈസ് ചെയ്തോ. ഖമീസ് അത് മനസ്സിലായില്ലേ ഫാത്തിമ? അയ്യോ ഒഴിച്ച് ബാക്കി ഖമീസ് തൊട്ട് തുടങ്ങാനാ? അല്ല, അത് കഴിഞ്ഞിട്ട് ആൻസർ പറയുന്നില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നില്ലേ അതിന് ശേഷം?
ഗസൽത്തുൽ ഖമീസ എന്ന് കണ്ട ആ നിങ്ങൾ ക്വസ്റ്റ്യനും കൂടി ചെയ്തോ, കുഴപ്പമില്ല. ഉം. അതിന്റെ ആൻസർ റസൽത്തു കമീസ ദിൽ ജൈബൈനി അസൽത്തു ഫേല് മാലി തു ഫായില് അൽ കമീസ മഫൂൽ ബിഹി ശരിയല്ലേ? ഉം. അടുത്തത് അതായല്ലേ, അപ്പം അത് സിഫയാണോ? ആ ശരിയാണ്. ഖമീസിന്റെ വെൽ ജൈബൈന്റെ അർത്ഥം എന്താ? വെൽ ജൈബൈൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? രണ്ട് പോക്കറ്റ് ഉള്ളതായ. അപ്പം അതെ, സിഫ. ഖമീസിന്റെ സിഫയാണ്. സിഫ. ഓക്കെ. അപ്പം ജൈബൈനി മുലാഫിനിലെയാണ് ടീച്ചറെ. അതെ. എന്തുകൊണ്ടാണ് മുദാഫിലേക്ക് ആയത്? അത് അതാ വന്നതുകൊണ്ട് അതിന്റെ അസ്മാഉൽ അംസകൾക്ക് ശേഷം മുലാഫിനിലേയല്ലേ വരണത്. അതെ. ശരി എന്നെ പറയണ? വെൽ ജൈബൈനി മുദാഫിൻ ഇലൈഹി മൻസൂബ് മജ്റൂറുൻ മജ്റൂറാണ്. മജ്റൂർ ബിൽ യായി ലിഅന്നഹു മുസന്ന. ഒന്നുകൂടി ചെയ്ത് നോക്കിയാലോ? അൽ മുദീറു ഫീ തിൽകൽ ഗുർഫതി ذات النافذتين المفتوحتين. المدير في تلك الغرفة ذات النافذتين المفتوحتين. അങ്ങനെ അർത്ഥം വെക്കാം നമ്മള്. അൽ മുദീർ അധ്യാപകൻ, മുദീർ ഫീ തിൽക്കൽ ഗുർഫത്തി ആ മുറിയിൽ ഉള്ളതായ, അത് തന്നെ ആ മുറിയിൽ ഉള്ളതായ. അൽ മുദീർ ഫീ തിൽക്കൽ ഗുർഫത്തി ആ മുറിയിലാണ്. ദാത്തിൻ നാഫിദതൈനിൽ മഫ്തൂഹതൈൻ എങ്ങനെയുള്ള മുറിയാണ്? രണ്ട് വാതിലുള്ള നാഫിദത്തൈനി. അൽ മഫ്തൂഹതൈനി തുറന്നിട്ട ശരിയല്ലേ? കറക്റ്റ്. രണ്ട് വാതിലുകളുള്ള ആ മുറിയിൽ ആ മുറിയിലാണ് അധ്യാപകൻ. അതെ, അധ്യാപകൻ ആ മുറിയിലാകുന്നു. എന്നിട്ട് ആ മുറിന്റെ ഇത് പറഞ്ഞു എന്ന് മാത്രം. അധ്യാപകൻ തുറന്നിട്ട രണ്ട് ജനലുകളുള്ള ആ മുറിയിലാകുന്നു. ഓക്കെ. അപ്പൊ എങ്ങനെ അനലൈസ് ചെയ്യും? അൽ മുദീറു മുബ്തദ ഫീ തിൽകൽ ഗുർഫതി ജാർ മജ്റൂർ ശിബു ജുംല ഖബർ. അതെ, തിൽകൽ ഗുർഫതി മുബ്തദ മിൻഹു ബദൽ. ഓക്കെ. വൽ അൽ ഗുർഫതി എന്താണ്? അൽ ഗുർഫതി ദാത്തിൻ നാഫിദതൈനി. അപ്പം ഗുർഫത്തി എന്താണ്? ബദലാണ്. അത് തിൽക്കൽ ഗുർഫത്തി എന്നുള്ളതിനെ പരിഗണിക്കുമ്പോ അല്ലേ? അൽ ഗുർഫത്തി ദാത്തിൻ നാഫിദതൈനിൽ മഫ്തൂഹതൈൻ. അപ്പോൾ ഗുർഫത്തി എന്താണ്? ദാത്തിൻ നാഫിദതൈനി എന്താണ്? അത് മുലാഫിനിലെയാണ് ടീച്ചറെ. അതന്നെ, മുദാഫിലേഹിയാണ്. പക്ഷെ മുദാഫിലേഹി സ്ട്രക്ചർ ആണ്. അത് എന്താണ്? ഗുർഫത്തിന്റെ എന്താണ്? ഗുർഫത്തിന്റെ സിഫയാണ്. സിഫയാണ്. അപ്പൊ ഗുർഫത്ത് എന്താണ്? മൗസൂഫാണ്. മുദാഫ് നാഫിദത്തൈനി മുദാഫിനിലേഹി. അത് യായിലാണ്. മജ്റൂറുൻ ബിൽ യായി ലിഅന്നഹു മുസന്ന. അൽ മഫ്തൂഹത്തൈനി അത് മുലാഫിനിലേഹി ടീച്ചറെ. സിഫയാണ് അല്ലേ? അത് സിഫയാണ്. നാഫിദത്തൈനി മൗസൂഫ്, അൽ മഫ്തൂഹത്തൈനി സിഫ. അൽ മഫ്തൂഹത്തൈനി സിഫാണ്, മജ്റൂറാണ്, മജ്റൂറുൻ ബിൽ യാ ആണ്. കണ്ടില്ലേ?
സിഫ മൗസൂഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒന്ന് എങ്ങനെയാണോ ഉണ്ടാവുക അതേ ക്വാളിറ്റി തന്നെ വരും, ഓക്കെ അതേ രൂപത്തിൽ തന്നെ അന്നാഫിദത്തൈനിൽ മഫ്തൂഹത്തൈനി, അതേ രൂപത്തിൽ തന്നെ സിഫയും വന്നു, അൽ മഫ്തൂഹത്തൈനി എന്നുള്ള നിലക്ക്. ഓക്കെ, ലിമൻ ഹാദിഹി സയ്യാറത്ത്, കൺഫ്യൂഷൻ ഇല്ലല്ലോ ഇവിടെ. അൽ മുദീറു ആണ് മുബ്തദ, ഫീ തിൽക്കൽ ഗുർഫ എന്നുള്ളതാണ് ഖബർ, അതിനൊരു സിഫ കൊടുത്തിട്ടുണ്ട് ദാത്തിൻ നാഫിദത്തൈനിൽ മഫ്തൂഹത്തൈനി എന്നുള്ളതുമാണ്. ഇവിടെ നമുക്ക് മജ്റൂറായിട്ട് വരുന്ന രൂപങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തംബീൻ കൊടുത്തിട്ടുള്ളത്. അന്നാഫിദത്തൈനി എന്നുള്ളത് മജ്റൂറാണ്, ലിഅന്നഹു മുദാഫുൻ ഇലൈഹി, അന്നാഫിദത്തൈനി മുദാഫുൻ ഇലൈഹി ആയതുകൊണ്ട് മജ്റൂറാണ്. അൽ മഫ്തൂഹത്തൈനി ഈ മുദാഫുൻ ഇലൈഹിന്റെ സിഫ ആയതുകൊണ്ട് മജ്റൂറാണ് അല്ലെ. മുദാഫുൻ ഇലൈഹി ആയ മജ്റൂറായ ഒരു വാക്കിന്റെ സിഫ ആയതുകൊണ്ട് അൽ മഫ്തൂഹത്തൈനിയും മജ്റൂറാണ്. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്ത സെന്റൻസ്, ലിമൻ ഹാദിഹി സയ്യാറത്തു ദാത്തുൽ ബാബൈനി. ആരുടെ? ഞാൻ ഫാത്തിമ തന്നെ മുഹമ്മദ് വായിച്ചു. ലിമൻ ഹാദിഹി സയ്യാറത്തു ദാത്തുൽ ബാബൈനി, ഈ രണ്ട് ഡോറുള്ള ഈ കാറ് ആരുടെ? അപ്പൊ ലിമൻ ഇസ്മിൽ ഇസ്തിഫ്ഹാം, ഹാദിഹി സയ്യാറത്തു മുബ്തൽ മിൻഹു ബദൽ, السيارة مبتدأ بدل وهو موصوف ذات صفة البابين مضاف إليه مجرور بالياء لأنه ثنى. الحمد لله، بارك الله فيكم. أحسنت، ترك. الخامسة أذكر ذلك المسجد ذو المنارتين جميل جدا. ആ മസ്ജിദ്, രണ്ട് മിനാറുള്ള ആ മസ്ജിദ് നല്ല ഭംഗിയുണ്ട്. ذلك مبتدا وهو مبتدا منه المسجد بدل وهو موصوف ذو صفة وهو مضاف. منارتين مضاف إليه مجرور بالياء لأنه مثنى وهو موصوف جميل صفة. അപ്പൊ ഇവിടെ ജമീല അല്ല, ഓക്കെ അല്ല, മനാറത്തൈനി ഒരുപോലെ ഉണ്ടോ കാണാൻ? അല്ല അല്ല, മനാറത്തൈനി ജമീൽ, അപ്പൊ മനാറിന്റെ ജമീൽ. ذلك المسجد ذو المنارتين جميل جدا. അപ്പൊ ജമീലുൻ ജിദ്ദൻ ഖബർ, ജമീൽ ഖബർ. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ജമീലത്തൈനി വരാത്തത്, ഖബർ ആയതുകൊണ്ടാണ്. മനാറത്തൈനി അതേപോലെ ജമീൽ അങ്ങനെ വരണം, സിഫ മൗസൂഫ് ആണെങ്കിൽ. അതെ, സെയിം ആവണം. എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേതാണ്, സെയിം ആവാത്തതെന്ന്. അപ്പൊ ആൻസർ കിട്ടി. ഒന്നും കൂടി ഉണ്ട്, അതും കൂടി വായിച്ചു കംപ്ലീറ്റ് ആയില്ല. أنا لا أحب ذاك الرجل فإنه ذو وجهين. I don't like that man because he has two faces. Okay. أنا مبتدأ ഇതിനെങ്ങനെ സെന്റൻസ് لا أحب ذاك الرجل. جملة فعلية خبر. اوكي، جملة فعلية خبر. فللا حرف نفي. لا أحب في المضارع. ذاك الرجل مبدل منه بدل رجل. لا مفعول به ولا محب فاعل مستتر تقديره أنا. ذاك مفعول به وهو مبدل منه الرجل بدل. فحرف عطف إن إن لأنه
اسم توكيد حرف توكيد ونسب هو اسم إن وذو اسم خبر إن إن هو اسم إن ذو ذو خبر അല്ല അതെ خبر إن إن وهو لا وهو مضاف وجهين مضاف إليه مجرور بالياء لأنه مثنى ക്ലിയർ ആണ്. ذو وجهين എന്ന് പറഞ്ഞാൽ രണ്ട് മുഖങ്ങളിലാണ് നമ്മൾ പറയില്ലേ, കലിമാത്തുൽ ജദീദയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അൽ കലിമാത്തുൽ ജദീദ് ക്ലിയർ ആണോ? മുസന്ന ക്ലിയർ ആണോ? കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളാണ് മുസന്ന. ഈ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവല് മുദക്കർ സാലിമിന്റെ കൂടെ മുസന്ന അങ്ങനെയുള്ള കൺഫ്യൂഷൻ ആണ്. വേറെ വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നലില്ല. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് എളുപ്പം ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഇൻഷാല്ലാ ഒന്നുകൂടി അത് വിശദീകരിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് മുസന്നന്റെ എറാബ് വരുന്നത് ഉള്ളത് മെയിനായിട്ട്. അത് മാത്രമാണ് ഇവിടെ ഒരു ഫോക്കസ് ഉള്ളത് ഈ ചാപ്റ്ററിൽ. ഇങ്ങനെ നമ്മൾ ബ്രീഫായിട്ടും മുദക്കർ സാലിമും അന്നസ് സാലിമും പഠിച്ചു വെച്ചതുപോലെ ആ 3 ടേംസ് മാത്രമായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ അത് കുറച്ചുകൂടി നമുക്ക് നമ്മൾ അഥവാ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അന്ന് പറഞ്ഞില്ലേ, മുസ്ലിമൂന മുസ്ലിമീന മുസ്ലിമീന മുസ്ലിമാത്തുൻ മുസ്ലിമാത്തിൻ മുസ്ലിമാത്തിൻ മുസ്ലിമാനി മുസ്ലിമൈനി മുസ്ലിമൈനി അങ്ങനെ ഓക്കെ. മുസ്ലിമൂന മുസ്ലിമീന മുസ്ലിമീനാണ് ജംഉ മുദക്കർ സാലിം. മുസ്ലിമാത്തുൻ മുസ്ലിമാത്തിൻ മുസ്ലിമാത്തിനാണ് ജംഉ മുഅന്നസ് സാലിം. മുസന്ന ആണെങ്കിൽ മുസ്ലിമാനി മുസ്ലിമൈനി മുസ്ലിമൈനി എന്നാണ്. അങ്ങനെ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടാൽ ഖൈറായിരിക്കും ഇൻഷാ അല്ലാഹ്. എപ്പോഴും നമ്മൾ മറ്റേ യുജറുബില്യ അല്ലെങ്കിൽ അലിഫ് ഇങ്ങനെ പറഞ്ഞു പഠിച്ചത് അല്ലെങ്കിൽ അത് ഹിസ്ബ് ചെയ്ത് വെച്ചിട്ട് അത് എപ്പോഴും മനസ്സിലുണ്ടാവണമെന്നില്ല. മറ്റേത് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എപ്പോഴും ഓർമ്മയിലുണ്ടാവും. ഇനി അൽ കലിമാത്തുൽ ജദീദ റജുലുൻ ذو وجهين റജുലുൻ ذو وجهين അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നാണ് രണ്ട് മുഖമുള്ള പുരുഷൻ. ലാസ്റ്റ് എംഡിയിൽ വന്നല്ലോ ذو وجهين, രണ്ട് മുഖമുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്താണ്? الذي يأتي كل طائفة بما يرضيها الذي يأتي هؤلاء بوجه وهؤلاء بوجه. എന്താ ഉദ്ദേശിക്കുന്നത്? الذي يأتي كل طائفة بما يرضيها അങ്ങനെയുള്ള ആളാണ് തൃപ്തിയുള്ള എല്ലാ ഗ്രൂപ്പിനെയും പ്ലീസ് ചെയ്യുന്ന ടൈപ്പാണ്. അതെ അതെ, എല്ലാ ഗ്രൂപ്പിന്റെ അടുത്തും അവരെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കും, അല്ലെ അവരെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആൾ ഒരു ടീമിന്റെ അടുത്ത് പോയാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കും, മറ്റൊരു ടീമിന്റെ അടുത്ത് പോയാൽ അവർക്കും ഇഷ്ടമുള്ള പോലെ സംസാരിക്കും, അവരെ തൃപ്തിപ്പെടുത്തും. അങ്ങനെ الذي يأتي هؤلاء بوجه وهؤلاء بوجه. അതിന് ഉദാഹരണം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളടുത്ത് ഒരു മുഖമായിട്ട് പോകും, മറ്റാളടുത്ത് വേറൊരു മുഖമായിട്ട് പോകും. അങ്ങനെ അതുകൊണ്ടാണ് അതിന് പൊതുവെ ഉപയോഗിക്കുന്നത്. എല്ലാ ലാംഗ്വേജിലും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. മുഷ്കുൻ അംഷാത്തുൻ. ഇവിടെ വാക്കുകൾ നമ്മൾ പഠിച്ചില്ലേ, മുഫ്രദായ വാക്കുകൾ മുഷ്കുനൊക്കെ നമ്മൾ ഓൾറെഡി ടെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. എന്നാൽ ജംഅകള് പഠിച്ചു വെക്കണം. മുഷ്കുൻ എന്താണ് മീനിങ്? ചീർപ്പ്, കോമ്പ്, ചീർപ്പ്. മിഹദ്ദത്തുൻ മുഷ്തുന്റെ ജമ അംശാത്തുൻ. മുഷ്തുന്റെ ജമ അംശാത്തുൻ. അംശാത്തുൻ. മിഹദ്ദത്തുൻ പില്ലോ, പില്ലോ ആണ് മീനിങ് അല്ലെ. ജമ എന്താണ്? മഹാദു. മഹാദു എന്തുകൊണ്ടാണ് ദു മാത്രം? തെമ്പീനില്ലാത്തത് എന്തുകൊണ്ടാണ്? തിന്നുണ്ടല്ലോ, മഹാദു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത് അതെ, മംനൂമിന സർഫാൻ. മഹാദു മംനൂമിന സർഫാൻ. ഏത് കാരണത്തോണ്ട് മംനൂമിന സർഫായതായിരിക്കും? ടെസ്റ്റ് ചെയ്ത് നോക്കിയാ
മഫാഇലു ആണ് ഇതിന്റെ വസൻ. മഫാഇലു വസനാണ്. അതായത് മഹാബിദു. ഒരേപോലെയാണ് ഇദ്ഗാം വന്നത്. ആ ഈ ദാല് രണ്ടും കൂടി ഇദ്ഗാം ചെയ്തതാണ് മഹാദു. ചില വാക്കുകൾ അങ്ങനെ ഉണ്ടാകും. അഫുബ ഒക്കെ നമ്മൾ പറഞ്ഞു, അഫുബിബ എന്നുള്ളതാണ് അഫുബ എന്നായത്. അതേപോലെ ഉള്ള ഒരു വേർഡാണിത് മഹാദു. മിഹദ്ദത്തുൻ മഹാദു. ഹദ്ദത്തിന്റെ ജമഅ് മഹാദു. സിറുൻ അസ്റാറുൻ നോർമലി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. സിറുൻ അസ്റാറുൻ. മുഷ്തുൻ അംശാത്തുൻ സിറുൻ അസ്റാറുൻ. എന്താ മീനിങ്? അല്ലേ ബട്ടൺ. ബട്ടൺ ബട്ടൺ. ബട്ടണിനാണ് സിറുൻ എന്ന് പറയാം. അസ്റാർ ബട്ടൺ. മിർആത്തുൻ കണ്ണാടി. കണ്ണാടിക്കാണ് മിർആത്ത് എന്നത്. അത് പാഠത്തിൽ വന്നിരുന്നോ മിർആത്ത്? ആ ഉണ്ട്, ഒരു ഉണ്ട്. തംറീൻ 5-ലുണ്ട്. ജമഹു മറായ വേറെ തന്നെ ഫോമാണ് മറായ. ചില വാക്കുകൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. തക്സീറിലുള്ള വേറൊരു ഫോമാണ്. മിർആത്തുൻ മറായ എന്നുള്ളതാണ് അതിന്റെ ജമ. പ്രത്യേകം ഓർമ്മിക്കാം. ലിഫുൻ കള്ളൻ. സ്റ്റീഫൻ. ലുസൂസുൻ ലിഫുൻ ലുസൂസുൻ. കുറെ പുതിയ വേർഡ്സ് ആണ്. ലിഫുൻ ലുസൂസുൻ. ലുസൂസിനൊക്കെ കേൾക്കൽ വളരെ കുറവാണ്. ലിഫുൻ ഉണ്ടാവാറുണ്ട്. ജുനൈഹുൻ ജുനൈഹാത്തുൻ. ജുനൈഹുൻ എന്തായിരുന്നു പറഞ്ഞത്? പൗണ്ട്. എന്തേനു കറൻസിക്ക് പറയുന്ന വേർഡ്? കറൻസി കറൻസി. മുഫീദുൻ അറിയുന്നല്ലേ? പ്രയോജനമുള്ളത്, ഉപകാരമുള്ളത്. അതെ, ഉപകാരമുള്ളത്. അസീറ ചരിത്രം. സീറ ചരിത്രം. തഫ്സീർ വിശദീകരണം എന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് അർത്ഥം പറയുകയാണെങ്കിൽ വിശദീകരണം. ഫസ്സറ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക, വിപുലമാക്കുക എന്നൊക്കെ അർത്ഥം. ഫസ്സറ തഫ്സീർ. സബഹ യസ്ബഹു സബ്ഹൻ. രണ്ട് തൊഴിലുകൾ പരിചയപ്പെടുത്താണ് അവിടെ വിത്ത് മസ്ദർ അടക്കം. സബഹ യസ്ബഹു സബ്ഹൻ. എന്താ അർത്ഥം? അറുത്തുവോ? അതെ, അറുത്തു. സബഹ എന്ന് പറഞ്ഞാല് അറുത്തു. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും അറുത്താൽ അവൻ ശിർക്ക് ചെയ്യും. സബഹ അറുത്തു. ഖുറാനിലൊക്കെ വന്നിട്ടുള്ള വേർഡാണ്. ശറഹ യശ്റഹു ശർഹൻ. വിശാലമാക്കി. എക്സ്പ്ലെയിൻ ചെയ്തു. ശറഹ വിശാലമാക്കി. വിശാലമാക്കി അല്ലേ ടീച്ചറെ? വേറൊരു മീനിങ് പറഞ്ഞല്ലോ. എക്സ്പ്ലെയിൻ ചെയ്തു. ഹദീസിന്റെ ഒക്കെ ശറഹ് എന്ന് പറയല്ലോ. ഓക്കെ. അത് എവിടെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ ആയിരിക്കും. ഹൃദയം വിശാലമാക്കുന്നതിന് ശറഹാന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഖുറാനില്. അല്ലേ? അലം നശ്റഹ് ലക സദ്റക്. അല്ലാതെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം കിട്ടുന്നുണ്ടോ? സൂറത്ത് ഖുറാനിലെ ആയത്തുകൾ വായിക്കുമ്പോ? അൽഹംദുലില്ലാ. അലം നശ്റഹ് എന്താ അർത്ഥം? അലം വിശാലമാക്കി തന്നില്ലേ? നശ്റഹ് ഞാൻ തന്നില്ലേ, ഞാൻ വിശാലമാക്കി അല്ല, നാം എന്നുള്ള അർത്ഥത്തിലാണ് നൂൻ ഉപയോഗിക്കുന്നത്. ജംഇൽ എന്തിനാണ്? റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അലം നശ്റഹ് നാം വിശാലമാക്കി. ലമ്മ നമ്മൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്.
ലമ്മ വന്നതുകൊണ്ടാണ് അവിടെ താക്കിന് വന്നത് അല്ലെ, ജസ്മ ചെയ്തത്. നസ്റഹ് അതെ. ലക്ക നിനക്ക്, സ്വദറക് നിന്റെ സ്വദർ, ഹൃദയത്തിന്, നെറ്റിന്. ബാറക്കല്ലാഹു ഫീക്കും. ശറഹ യശ്റഹു ശർഹൻ, വിശാലമാക്കി വിശദീകരിച്ചു എന്നൊക്കെയുള്ള അർത്ഥം. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇത്രയാണ് വേർഡ്സ്, ന്യൂ വേർഡ്സ് ഉള്ളത്. ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അൽഹംദുലില്ലാഹ്. ഈ ചാപ്റ്റർ ഇപ്പോ എടുക്കണ്ടെന്നാ തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് പുതിയ തന്നെ ഒരു ടോപ്പിക്കാണ്. ലമ്മ അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പം ഇത് തന്നെ നന്നായിട്ടൊന്ന് തറവാക്കുക. മുസന്ന. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. തമ്പീനാത്തുകൾ നല്ലോണം ഒന്ന് ഫോളോ ചെയ്യുക. കാരണം എവിടെയും കൺഫ്യൂഷൻസ് ഇല്ലാത്ത രൂപത്തിൽ ഇറാബ് പറയാൻ പറ്റണം. മുസന്നന്റെ ഇറാബ് പറയാൻ പറ്റണം. അപ്പൊ ഒന്ന് ഏകദേശം നമ്മളിപ്പോ ഇങ്ങനെ ബേസിക് ആയിട്ട് അറബി ഭാഷയിലുള്ള ഇറാബിന്റെ പോർഷൻസ് ഒക്കെ കവറായി. നിങ്ങൾക്ക് അങ്ങനെ തീരെ മനസ്സിലാവാത്ത ഒരു ഭാഗം അധികം ഉണ്ടാവില്ല. ഏകദേശം ഇപ്പം മുസന്നയും കൂടെ ആയപ്പോ ഏകദേശം ഇങ്ങനെ ഫില്ലായ പോലെ ആയി കുറെ കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ് الذي بنعمته تتم الصالحات. جزاكم الله خيرا لحسن الاستماع. سبحانك اللهم وبحمدك، نشهد أن لا إله إلا أنت، نستغفرك ونتوب إليك. السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും ടീച്ചർ. വഅലൈക്കും അസ്സലാം.